ശ്രീ ജിൻഡോ, ഇവിടെ ഇവിടെ ഇന്നിപ്പോൾ എം വി ജയരാജൻ പറയുകയാണ് അത്തരത്തിൽ ചട്ടം ലംഘിച്ച് ഒരു പ്രതികളെയും പുറത്തേക്ക് വിടണമെന്ന് സർക്കാരിനും താല്പര്യമില്ല, അങ്ങനെ പുറത്ത് വിടരുതെന്നാണ് CPM നിലപാട്. ഇതാ ഇന്നിപ്പോൾ എന്താണ് ശ്രീ എൻ ഷംസീർ പറയുന്നു, ഇത് ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല, അങ്ങനെ ഒരു നീക്കമേ ഉണ്ടായിട്ടില്ല. ഗ്യാരണ്ടിയാണോ, സർക്കാരിൻ്റെ ഗ്യാരണ്ടിയാണോ അത് ശ്രീ ജിൻഡോ? അല്ല ആഷ്മി, അത് എം വി ജയരാജനോ ഷംസീറോ പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ നാവിൽ നിന്നാണ് ആ ശബ്ദങ്ങൾ നമ്മളൊന്ന് കേൾക്കേണ്ടിയിരുന്നത്. സ്വാഭാവികമായിട്ടും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഏറ്റവും അർഹനായിട്ടുള്ള ആളാണല്ലോ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അദ്ദേഹം നിയമസഭയിൽ ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഭയമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മൗത്ത് പീസായിട്ട് സ്പീക്കർ സംസാരിച്ചത്. ഇവിടെ ഹാഷ്മി തന്നെ അൻവർ ഷായോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിക്ക് അതൊരു ഉദ്യോഗസ്ഥൻ്റെ മാത്രം കേവലമായിട്ട് ഒരു പിഴവായിരുന്നെങ്കിൽ ഉദ്യോഗസ്ഥന് പറ്റിയ ഒരു പിഴവാണ് എന്ന് ഒറ്റ വാചകത്തിൽ മറുപടി പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് എന്ന്. അതിനുള്ള ഉത്തരം നമ്മൾക്ക് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള CPMൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ TP ചന്ദ്രശേഖരനെ അരുംകൊല ചെയ്ത പ്രതികളുടെ വിരട്ടലിൻ്റെ മുമ്പിൽ പേടിച്ച് വിരണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അനുകൂലമെന്ന് തോന്നുന്ന രീതിയിൽ ഒരു ശ്രമം നടത്തുകയും അത് പൊതുമനസാക്ഷിയിൽ ചർച്ച ചെയ്യുകയും പിന്നീട് അത് നടത്താതെ വരികയും ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല എന്നുള്ള വ്യാജേന അവരുടെ മുമ്പിൽ കൈ കഴുകി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത്. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കുന്നേ, ഈ അൻവർ ഷാ പറയുന്ന ഒരു കാര്യമുണ്ട്, നിഷ്കർഷിച്ച യോഗ്യതാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കുറ്റവാളികളുടെ പ്രതികളെന്ന് താങ്കൾ ഓമന പേരിട്ട് വിളിക്കേണ്ട കൊടും കുറ്റവാളികൾ തന്നെയാണ്. ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തമായിട്ട് ശിക്ഷ കൂട്ടിക്കൊടുത്ത പ്രതികളാണ്. അപ്പോൾ അവർ കുറ്റവാളികൾ തന്നെയാണ്, പ്രതികൾ എന്നുള്ള ഓമന പേര് കൊടുക്കേണ്ട. ഇത്തരം കുറ്റവാളികളുടെ യോഗ്യതയായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത്? ഇവിടെ കിർമാണി ഡ്രഗ്സ് കേസ്, മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ്. രജീഷ് കർണാടക പോലീസിന്റെ തോക്ക് കേസിലെ പ്രതിയാണ്. കൊടിസുനി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ്. ഷാഫിയും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നു. അനൂപ് കഞ്ചാവ് കച്ചവടം നടത്തുന്നു, ജയിലിനകത്ത് വാർഡനെ ആക്രമിക്കുന്നു. ജയിലിനകത്തും പുറത്തും TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിന് ശേഷവും ഇതേ പ്രതികളുടെ പരിപാടികൾ ഇത് തന്നെയാണ്. ഒരു മനോമാറ്റവും അവർക്കുണ്ടായിട്ടില്ല. ഈ ഇതിലൊരു പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷാഫിയുടെ കല്യാണം നടത്താനാണ് അന്നത്തെ MLA ആയിട്ടുള്ള AM ഷംസീർ ഇന്നത്തെ സ്പീക്കർ പോയിട്ട് പറഞ്ഞത് ഈ ജയിൽ മനോപരിവർത്തനത്തിലുള്ള ഒരു സ്ഥലമാണ്, അതുകൊണ്ട് മനോപരിവർത്തനം വന്നതിൻ്റെ ലക്ഷണമാണ് കല്യാണം കഴിക്കാൻ നോക്കുന്നത്, അതുകൊണ്ട് കല്യാണത്തിന് പോയി കാരണവർ സ്ഥാനത്ത് നിന്ന് ഞാൻ കല്യാണം നടത്തി കൊടുത്തു എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഒരു കാരണവുമില്ലാതെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ ആവശ്യത്തെ തള്ളിയത് കാരണവർ സ്ഥാനത്ത് നിന്ന് കല്യാണം നടത്തിക്കൊടുത്ത ആ സ്പീക്കറായിട്ടിരിക്കുന്ന മുൻ MLA ആയിരുന്നപ്പോൾ അതേ ചേതോവികാരത്തിൽ തന്നെ ഷംസീർ തുടരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ കൊലയാളികൾക്ക് വേണ്ടിയിട്ട് മൗത്ത് പീസായിട്ട് ലൗഡ് സ്പീക്കറായിട്ട് മാറുന്ന പരിപാടി സ്പീക്കർ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അദ്ദേഹം സ്പീക്കർ ആകുന്നതിന് മുമ്പ് ചെയ്ത പണികളൊക്കെ നമുക്കറിയാം. സ്പീക്കർ ആയതിനു ശേഷമെങ്കിലും അല്പമെങ്കിലും മര്യാദ, മാന്യത, കേരളത്തിന്റെ നിയമസഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാട് ഈ വിഷയത്തിലെങ്കിലും പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾ MV ജയരാജൻ പറഞ്ഞു ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചാണെന്ന്. ഈ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും എന്ന് പറഞ്ഞ ഏതാ? 2022 KK രമ അല്പം മുമ്പ് പരാമർശിച്ച് കടന്നുപോയ ഗവൺമെന്റ് ഓർഡറിനെ കുറിച്ചിട്ടാണ്. ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ മുൻകൂട്ടി കാലേകൂട്ടി തയ്യാറാക്കിയ ചട്ടങ്ങളുടെ പുറത്ത് ഇവരെ പുറത്തിറക്കി വിടാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്ന പ്രതികളാണല്ലോ ഇവർ. ഈ 2022 പുറത്തിരിക്കുന്ന ഗവൺമെന്റ് ഓർഡറിൽ തന്നെയുള്ള വകുപ്പുകൾ പ്രകാരമാണെങ്കിൽ ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികളുടെ പേര് ഇതിൽ വരാൻ പാടില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ജയിൽ സൂപ്രണ്ടിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പ്രതികളുടെ പേര് എഴുതി ചേർക്കപ്പെട്ടതെങ്കിൽ ബാക്കിയുള്ള പ്രതികളുടെ പേരെന്തുകൊണ്ടാണ് എഴുതി ചേർക്കാതെ പോയത്? കേവലം 3 പ്രതികളുടെ മാത്രം പേരെന്തുകൊണ്ട് അതിൽ എഴുതി ചേർക്കപ്പെട്ടു? അപ്പോൾ അതിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ഇനി ഈ സൂപ്രണ്ടിന്റെ തെറ്റായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്, അദ്ദേഹത്തിന്റെ വീഴ്ചയാണെങ്കിൽ, ഇങ്ങനെ വീഴ്ച വരുത്തി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് പിണറായി വിജയന് നാണക്കേടുണ്ടാക്കിയ, ഇവരുടെ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ ഈ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടി സ്വീകരിക്കാൻ ഈ നിമിഷമായിട്ട് ഇവർ തയ്യാറായിട്ടുണ്ടോ? ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ അതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? കൊടിസുനി അടക്കമുള്ള ഈ കൊടും കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടിയിട്ടാണ് TP ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞത്. TP ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ എന്തിന്റെ പേരില്ല? അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെതിരെ ചോദ്യശരങ്ങൾ എഴുതതിന്റെ പേരില്ല. ഇന്നും അതേ പിണറായി വിജയനെതിരെ ചോദ്യങ്ങളുടെ മുൾമുന ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും അടക്കം പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അവർക്കൊക്കെ ഒരു വിരട്ടലിന്റെ സന്ദേശം കൊടുക്കാൻ കൂടിയിട്ടാണ് മറുപടി